നമസ്കാരമുണ്ട്. ഈ സ്ത്രീകൾ തമ്മിലുള്ള പരിപാടി പണ്ടുമുണ്ട്, ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതലാണ്, കുറച്ച് മോഡേണാണ്. ഈ പോൺ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് എരിവും പുളിയും കലർത്തിയൊക്കെ ചെയ്യും. ലെസ്ബിയനിസം എന്നാണ് ഇതിനെ പറയാം. ഈ ലെസ്ബിയൻ രണ്ട് തരമുണ്ട്. പുരുഷന്മാരെ വെറുപ്പ്, സ്ത്രീകൾ തമ്മിൽ മാത്രം, അതാണ് ഒറിജിനൽ ലെസ്ബിയൻ. അവർ പുരുഷ വിരോധികളാണ്. സ്ത്രീകൾ അവർ തമ്മിൽ പ്രേമിച്ചൊക്കെ വല്ലാണ്ട് അടുക്കും, ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കും. അത് വേറൊരു കൂട്ടർ. മറ്റത് ഒരു രക്ഷയില്ലാണ്ട് കത്തി നിൽക്കണ കാമം ശമിപ്പിക്കാൻ ആണുങ്ങളെ മേലെ കയറ്റാൻ ധൈര്യം ഉണ്ടാവില്ല, ഈ സദാചാരം പേടിച്ചിട്ട്. സ്ത്രീകൾ തമ്മിലുള്ള പരിപാടിയാകുമ്പോൾ വളരെ സേഫാണ്. ആരും അറിയില്ല, എത്ര കാലം വേണമെങ്കിലും തുടരാം, ഗർഭം ഉണ്ടാവില്ല. കിട്ടണ എന്ന് പറഞ്ഞാൽ സ്വയം വിരലും കൊണ്ട് ചെയ്യണതിൽ നല്ലതല്ല മറ്റൊരാൾ ചെയ്ത് തരണത്. അതായത് കിട്ടണ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനാണ്. അത്ര ഒരു സ്ത്രീനാണ് ഒരു വീട്ടമ്മനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഈ വീട്ടമ്മ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. പിന്നെ എൻ്റെ സ്വന്തം ആളായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. പിറ്റേ മാസം ഭർത്താവ് ഗൾഫിൽ പോയി. പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ വരും പോകും. ഇവിടെ ബിൽഡിങ് കയറ്റണ്, അതിൻ്റെ വാടക അക്കൗണ്ടിൽ വരുന്നുണ്ട്, സ്ഥലം വാങ്ങി കൂട്ടുന്നുണ്ട്, വലിയ വീട് വെച്ച് ഒരു മോനുണ്ടായി. എങ്ങനെയോ ഇയാൾ വന്നാൽ 2 മാസം നിൽക്കും. അവിടുത്തെ കാര്യം ആലോചിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പണം. നല്ല ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണിന് അത് മാത്രം പോരാ. ആ കുട്ടി ഉണ്ടായത് എങ്ങനെയോ ഉണ്ടായിപ്പോയതാ. ചെക്കൻ ചെന്നൈയിലാണ് പഠിക്കുന്നത് ആ കാലത്ത് ഈ സംഭവം നടക്കുമ്പോൾ. ഈ പെണ്ണിന് സത്യം പറഞ്ഞാൽ രാത്രി ആയാൽ നല്ല കഴുപ്പാണ്. സ്വയംഭോഗം ചെയ്യാൻ വലിയൊരു ത്രില്ലില്ല. അങ്ങനെ എന്ത് ചെയ്യും, ഒരാളെ വിളിച്ച് കയറ്റാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു ഏരിയ അല്ല. അങ്ങനെയൊക്കെ അടിച്ച് പിടിച്ച് ജീവിക്കാം, ഇടക്ക് ബാണടിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ വീട്ടിലൊരു സെർവൻറ്റിനെ കൊണ്ടുവന്നത്. നല്ലൊരു ചെറുപ്പക്കാരത്തി. ഈ പെണ്ണിന് സെർവൻറ്റിനോട് നല്ല അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. കാരണം സ്വയംഭോഗം ചെയ്യണതിൽ നല്ലതാണല്ലോ. ഈ പെണ്ണിനൊന്ന് ലൈനാക്കി എടുത്താൽ കുറച്ചും കൂടി സുഖം കിട്ടും. അങ്ങനെ ഈ പെണ്ണിനെ ഈ ശമ്പളം കൂടാതെ ടിപ്പ് കൊടുക്കും, ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അങ്ങനെ ഇതിനെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ഷിപ്പാകണം ഇവർ തമ്മിൽ. അപ്പോൾ ഈ പെണ്ണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ വീട്ടമ്മ. അപ്പോൾ നീ താഴെയൊന്നും പോയി കിടക്കണ്ട, ഇവിടെ വന്ന് കിടന്ന ഒരു മുറിയിലാവുമ്പോൾ പ്രശ്നമില്ലല്ലോ, രാത്രി സേഫാണ്. അങ്ങനെ 2 ഒരു മുറിയിലായി കിടത്താം. അപ്പം ഈ ഫോണിൽ ഈ ഫോൺ വീഡിയോ ഒക്കെ ഇറങ്ങിയ കാലത്താണ് ഈ പെണ്ണുങ്ങൾ തമ്മിൽ ചെയ്യണതൊക്കെ ഈ പെണ്ണിന് കാണിച്ചു കൊടുക്കും. അന്നൊന്നും നല്ല ക്ലാരിറ്റി ഇല്ല. പിന്നെ ഈ പെണ്ണ് പറയും, ഈ സെർവൻറ്റിനെ പുകഴ്ത്തി സംസാരിക്കുക, ഒരു പെണ്ണായിട്ട് കൂടി എനിക്ക് തന്നെ നിന്നെ കടിച്ച് തിന്നാൻ തോന്നണത്, എന്തൊരു ഭംഗിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഏത് പെണ്ണിനും പുകഴ്ത്തി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റവൾക്ക് മനസ്സിലായി ഇവരുടെ സൂക്കേട്. അപ്പോൾ അവൾക്കും വലിയൊരു എതിർപ്പില്ല. ഈ സംസാരിക്കുമ്പോൾ ഒന്നും മുഖഭാവം കണ്ടാലറിയാലോ ഈ ദേഷ്യമാണ് അല്ലെന്ന്. അപ്പോൾ ഇവള് ചിരിച്ചുകൊണ്ടൊക്കെയാണ് കമൻറ്റുകളൊക്കെ കേൾക്കണത്. അങ്ങനെ ഇവള് വെച്ച് ഞാനൊന്ന് പിടിക്കട്ടെ വെച്ച് ഒന്നും മിണ്ടില്ല. അങ്ങനെ ഇവളുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൈയിട്ട് ഒരു കട്ടിൽ മേഖല കിടക്കണത്, എല്ലായിടത്തും കൈയിട്ട് അവസാനം അവളുടെ ഷഡ്ഡി അഴിച്ച് അവിടെയൊക്കെ കോരിത്തരിപ്പിച്ച്, അതായത് തുടങ്ങി കിട്ടണം. ഇവർ മുൻകൈ എടുത്ത്
സാധാരണ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ മുൻകൈ എടുക്കുക, ആവശ്യക്കാരാണ് കൂടുതൽ മുൻകൈ എടുക്കുക. പിന്നെ ഇവർ തമ്മിൽ തുടങ്ങി ചട്ടിയടികളി സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി. കാരണം ഇവർക്ക് അതില്ലാണ്ട് പറ്റൂല. കാരണം ചില സ്ത്രീകൾക്ക് കഴപ്പ് കൂടുതലാണ്. ഈ പെണ്ണതിൽ പെട്ട ഉറക്കം അങ്ങോട്ട് വരില്ല ഇത് ചെയ്തിട്ടില്ലെങ്കിൽ. അതിൽ പിന്നെ കൂടുതൽ അടുത്തപ്പോൾ ചോദിച്ചു, നിന്നെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവൾ പറയും കളിച്ചിട്ടുണ്ട്. ആരാ ചോദിച്ചു. ഒരു റിലേറ്റീവാണ് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പ്രേമമാണ് ചോദിച്ചു. പ്രേമമൊന്നുമില്ല, കളിബന്ധം മാത്രമേ ഉള്ളൂ. ആളെങ്ങനെ കാണാൻ ചോദിച്ചു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആരോഗ്യമുള്ള ആളാണ് ചോദിച്ചു. ആരോഗ്യമുള്ള ആളാണ്. നീ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കുക ചോദിച്ചു. എന്തിന്? അവനെ കാണാനല്ല, പൂശാൻ. ഇവള് സമ്മതിച്ച്. അപ്പോൾ ഇവൾക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇവള് അവനെ ഫോൺ വിളിച്ച് വരുത്തി ഏതായാലും ആ പെണ്ണിനെ കളിച്ചു. വീട്ടമ്മനെ കളിച്ചെന്ന് പറഞ്ഞാൽ അസലായിട്ട് കളിച്ചു കൊടുത്തു. ഇത് വേറെ ആരും അങ്ങനെ ശ്രദ്ധിക്കൂല. കാരണം അവിടെ ഈ പെണ്ണിൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞാണ് അയാൾ വരുന്നത്. അതേസമയം മറ്റുള്ള നാട്ടുകാരെങ്കിലും വിളിച്ച് കയറ്റിയ ഒരുപാട് അപകടമാണ്. പിന്നെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വേലക്കാരത്തിലെ കെട്ടിയാണല്ലേ. അങ്ങനെയാണ് അവിടെ വരിക. ഇപ്പോൾ വലിയൊരു പറമ്പിൽ ഒറ്റപ്പെട്ടൊരു വീടാണ്. അങ്ങനെയൊന്നും അയൽവാസികൾ വന്ന് ചിക്കിച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കൊന്നുമില്ല. ഇവൻ അസലായിട്ട് കളിച്ചു കൊടുത്തു. ഇവൻ നല്ല പണിക്കാരനാണ്. ഒരുപാട് കാലം അവർ കണ്ടിന്യൂ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഞാൻ ഈ വീഡിയോ പറയുമ്പോഴുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴുണ്ട്, ഞാൻ സമൂഹത്തിന് മോശം മെസ്സേജാണ് കൊടുക്കണം. നല്ല നിലക്ക് ഇവിടെ കളി നടന്നാൽ ഇവിടെ ലൈംഗിക അരാജകത്വം ഉണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിടല്ല. കഴിഞ്ഞ കൊല്ലം, അതായത് 2024 4500 കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച കേസാണ് ലൈംഗിക പീഡനം. എത്രണ്ണം മധ്യസ്ഥം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടോ? എത്രണ്ണം പേടിച്ചിട്ട് കുട്ടികൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ അമ്മമാരും അടുത്ത ബന്ധുക്കളും അയൽവാസികളൊക്കെയാണ് ചെയ്യുന്നത്. നല്ലൊരു പെണ്ണിനെ കളിക്കാൻ കിട്ടിയാലൊക്കെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും ആരും പോകില്ല. എന്നിട്ട് എന്നെ കിളവാന്ന് വിളിക്കണം. ഈ കിളവന് പറയാൻ പറ്റിയ ഭാഷയാണിത്. ഇത്രയും വയസ്സായില്ലേ. എൻ്റെ ഏജ് നിങ്ങൾ നോക്കണ്ട. എനിക്ക് ഈ ഏജിലും തരാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട്. ആ ഭാഗം വിടും. പിന്നെ ഒരു വെറുപ്പാണല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നെഞ്ഞത്തിടിച്ച് കയറുന്ന കുറച്ച് സദാചാരക്കാരുണ്ട്. എന്താ പറയുക, ജനകീയ ആൾക്കൂട്ട വിചാരണ. അപ്പം ഞാൻ വൃത്തിയോട് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കണ പേരാ കിളവൻ. അത് സഹിക്കല്ല. പിന്നെ ഒരു ദിവസം പറഞ്ഞാൽ എന്നെ ടാറിൻ്റെ പീപ്പയിൽ മുക്കിയെടുത്ത പോലെ ഉണ്ട്. ഈ പറഞ്ഞവൻ ചിലപ്പോൾ അതിസുന്ദരനായിരിക്കും. ഒരു ഒറ്റ പെണ്ണിനെ കളിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ ലൈംഗിക അരാജകത്വം ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഏറ്റവും വണ്ടിയിൽ ഗവൺമെൻറ്റായിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോണ ഒരു ബ്രാഞ്ചിൽ മലപ്പുറം ജില്ലയിൽ ഒരു അതിസുന്ദരനായിട്ടുള്ള മാനേജറാണ്. ഈ മാനേജർ ഈ എടപ്പാൾ ഭാഗത്തു നിന്നാണ് വരുന്നത്. എടപ്പാൾ എത്തിയപ്പോൾ ഒരു ബസ്സിലാണ് വരുന്നത്. ബസ്സിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാനിവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ആ പെണ്ണ് ഇരുന്നോളാനും പറഞ്ഞു. ഏതായാലും കുറച്ച് ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഇയാൾ കയറി തോണ്ടുക പിടിക്കുക എന്തോ ചെയ്തു. ഈ പെണ്ണ് ബഹളം ഉണ്ടാക്കി വണ്ടി പോലീസ് സ്റ്റേഷനൊക്കെ വിടുന്നു. ഇയാൾ അറസ്റ്റ് ചെയ്യണം. 15 ദിവസത്തേക്ക് റിമാൻഡില്ല. ഇയാളാ ഞങ്ങൾ പോണ ATM ബാങ്കിലെ അതിലെ മാനേജറാണ്. 15 ദിവസം ചെയ്യില്ല. ഇയാളുടെ ജോലിയും പോവും. അതൊക്കെ നൈസായിട്ടൊന്ന് വിട്ടുകളേണ്ട കേസാണ്. ഒന്ന് തോണ്ടുക പിടിക്കുക ചെയ്താൽ ഒരു മാനസിക അല്ലെങ്കിൽ വീട്ടിലൊന്നും നടക്കാത്തൊരു പാവപ്പെട്ടവൻ്റെ ഒരു ചേഷ്ടമായിട്ട് കണക്കാക്കി ഒന്ന് വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ 2 അടി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടാൽ ഇത്ര നാറില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം കുഴഞ്ഞിട്ടാക്കി. ഇപ്പോൾ അവൾക്ക് എന്ത് സുഖം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവളുടെ മേലിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. സെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ, കാസർഗോഡ് ഒരുത്തൻ കള്ളവെടി വെച്ചെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളവൻ നെഞ്ഞത്തിരിച്ച് കരയും. സമൂഹം നശിച്ചു പോയി. കൊടുക്കട്ടെ, കളിക്കണവർ കളിക്കട്ടെ. ഇപ്പോൾ ആ വീട്ടമ്മ എത്ര കാലം കളിച്ച്. ഇത് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ പോയപ്പോൾ പിന്നെ മറ്റവനിവിടെ വരാൻ പറ്റില്ല.
അത് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എൻ്റെ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശം തന്നെ, നമ്മളെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്താണ്. ഞാൻ എത്ര കാലം അതിനെ അടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ കെട്ടിയാൽ കൊന്ന ഗൾഫിൽ പോയി നിൽക്കുകയാണ്. ഇപ്പം 10-25 കൊല്ലമൊക്കെ ഒരു പെണ്ണിന് ഈ സാധനം കിഴങ്ങിറങ്ങാണ്ട് ഒരു സ്ത്രീ അങ്ങനെ ജീവിക്കും. ബിൽഡിങ്ങിൻ്റെ വാടക, ബാങ്ക് ബാലൻസ്, നല്ല ഇറച്ചി മീനുമൊക്കെ തിന്ന് ഈ സാമാനം പട്ടിണിയല്ലേ. എത്ര ദിവസം വരലിടും? അവളെ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം ജനകീയ വിചാരം, അവൾക്ക് നല്ലൊരു മോനില്ലേ, ചെന്നൈയിൽ പഠിക്കുന്നില്ലേ, ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെടാൻ പോയതല്ലേ, അവൾക്ക് എന്തിൻ്റെ കഴപ്പാണെന്നൊക്കെ ചോദിക്കും. അവൾക്ക് ശരിക്കുള്ള കഴപ്പ് മാറ്റി കൊടുക്കണില്ല. അവളുടെ ഭാഗം ആരും ചിന്തിക്കണില്ല. നെഞ്ഞത്തിടിച്ച് കരയും. ഒന്നും കിട്ടാത്തവന്മാരെന്നോലോ ഒളിയാണ് സത്യം. അല്ലാണ്ട് ഇതൊന്നുമല്ല. കളി നടന്ന ഈ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. സെക്ഷലായിട്ട് കുറച്ച് ഫ്രീഡം ഉണ്ടെങ്കിൽ ഇവിടെ അരാജകത്വം ഉണ്ടാവില്ല. പണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ബസ്സിലൊക്കെ കയറിയ മുലക്ക് പിടിക്കലും ഒക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ അതിനായിട്ട് ബാക്കിക്ക് വരും, ആണുങ്ങൾ ചാക്കി വെക്കും, ഒക്കെ ഉണ്ട്. ഇന്നൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ആയിട്ടുണ്ട്. സെക്സ് മഹാ അപരാധമായി മാറി. അതിൻ്റെ ഫലം അനുഭവിച്ചോട്ടാ.